ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിപ്പോൾ ഇന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ നെക്സ്റ്റ് സെഷനിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതേപോലെ ബിഫോർ ഗോയിങ് ഓൺ വിത്ത് ദ ക്ലാസ്, നമുക്ക് ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താണ് എടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ് നമുക്ക് വന്ന ടോപ്പിക് പേ ബാക്ക് പീരീഡ് ആണ്. പേ ബാക്ക് പീരീഡിൻ്റെ ഫോർമുല വരുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. അതേപോലെ തന്നെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്, അതല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു ടോട്ടൽ ലൈഫ് ഓഫ് ദി അസറ്റ് മൈനസ് പേ ബാക്ക് പീരീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഈ പറഞ്ഞ പേ ബാക്ക് പീരീഡ് ആയാലും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ARR ഈ ഒരു മെത്തേഡായാലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സിൽ ട്രഡീഷണൽ മെത്തേഡ് ഓർ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്കിൽ വരുന്നതാണ് പേ ബാക്ക് മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിന് നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺ എത്ര ശതമാനമാകാം, റേറ്റിലാണെന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് പ്രൊജക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. പ്രൊജക്റ്റ് എ, പ്രൊജക്റ്റ് ബി, അല്ലെങ്കിൽ മെഷീനറി എ, മെഷീനറി ബി, അങ്ങനെ ഇഷ്ടംപോലെ മെഷീനറീസ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഏത് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഏറ്റവും ഹയർ റിട്ടേൺ നമുക്ക് ലഭിക്കുക, റേറ്റ് ഓഫ് റിട്ടേൺ ഹയർ ഏത് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ARR, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഈസ് എ simple technique of averaging returns over investment. It represents the ratio of the average annual profit to the average investment in the project. അപ്പോൾ ARR മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിട്ടേൺ, നമുക്ക് ആ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ മെഷീനറി വാങ്ങിക്കുമ്പോൾ ആ മെഷീനറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് ഹയർ റിട്ടേൺ ഏതാണെന്ന് മനസ്സിലാക്കുക. ഇത് റേഷ്യോ മെത്തേഡാണ്, അതല്ലെങ്കിൽ പ്രപ്പോർഷൻ മെത്തേഡാണ്. വേറിൻ ആനുവൽ പ്രോഫിറ്റ് റേഷ്യോ ടു ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതും ഒരു ഫോർമുല ബേസ്ഡ് ആണ് ടെക്നിക്ക് വരുന്നത്. ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ എളുപ്പത്തിൽ കിട്ടും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് ക്യാഷ് ഫ്ലോസ്. നമ്മൾ പേ ബാക്ക് മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോ, എത്രയാണ് ഒരു വർഷം നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ, എത്രയാണ് ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടായിട്ടുള്ളത് എന്നിവ മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ക്യാഷ് ഫ്ലോസിനെ ബേസ് ചെയ്തിട്ടല്ല, അക്കൗണ്ടിങ് പ്രോഫിറ്റ്, അക്കൗണ്ടിങ് റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ARR മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ARR ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, റേറ്റ് ആണ്, അതുകൊണ്ട് പെർസെൻറ്റേജിലാണ് നമ്മളെപ്പോഴും എക്സ്പ്രസ് ചെയ്യുക. ഫോർമുല നമുക്ക് നോക്കാം. ARR ഈക്വൽ ടു ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ARR ഈക്വൽസ് ടു ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഫോർമുല മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്കിതിൻ്റെ പ്രോബ്ലംസ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അണ്ടർ ARR ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ഈസ് എ ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ പേ ബാക്ക് മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എടുക്കുമ്പോൾ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എടുക്കുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ബട്ട് ആഫ്റ്റർ ടാക്സ് ആയിരുന്നു നമ്മുടെ പേ ബാക്ക് മെത്തേഡിൽ നമുക്ക് വരുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. പക്ഷേ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ARR മെത്തേഡ് നമ്മൾ നോക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ആണ് നമ്മുടെ ആവറേജ് ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ നമ്മൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ ഏർണിങ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ARR മെത്തേഡിൽ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് എമൗണ്ട് ആണ് ഇവിടുത്തെ ഏർണിങ്സ്. അപ്പോൾ ARRൻ്റെ ഫോർമുല ഞാൻ ഒന്നുകൂടി പറയാം. ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടും ഫിഗർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷീനറി വാങ്ങിക്കാൻ നേരത്തെ നമ്മൾ എത്രയാണ് ക്യാഷ് നമ്മൾ ആ ഒരു മെഷീനറിക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ചത്, പർച്ചേസ് വാല്യൂ എത്രയാണ്, അതാണ് നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതേപോലെ സ്ക്രാപ്പ് വാല്യൂ, ആ മെഷീനറി ഇപ്പോൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ, സെയിൽ നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് എത്രയാണ് സെയിൽ വാല്യൂ ലഭിച്ചിരിക്കുന്നത്, അതാണ് സ്ക്രാപ്പ് വാല്യൂ.
ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇനി ഇഫ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ റിക്വയർഡ് ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി, അതായത് ചില സമയത്തൊക്കെ ഒരു പ്രൊജക്റ്റ് ഫീസിബിൾ ആവാൻ വേണ്ടി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടി റിക്വയർമെൻറ്റ് ആവശ്യമുണ്ടാവും. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഈ പ്രൊജക്റ്റിനുള്ള ടേൺ ഓവർ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇഫ് വി ഹാവ് യൂട്ടിലൈസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ദെൻ ഈ പറയുന്ന ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഫോർമുലയാണ്, ഒന്നിലും ഒരു അഡീഷൻ കൂടി വരുന്നതേ ഉള്ളൂ. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ പ്ലസ് WC വർക്കിംഗ് ക്യാപിറ്റൽ. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റും സ്ക്രാപ്പ് വാല്യൂയും ആഡ് ചെയ്യുക, ഈ രണ്ട് അഡീഷനെയും ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഇതിനൊപ്പം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഫോർമുലാസ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർമുല ARR ഈക്വൽ ടു ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഇനി അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ഫീസിബിൾ ആവാൻ വേണ്ടി ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇഫ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ARRൻ്റെ ടോപ്പിക്ക് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. 3-4 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് തറവായിട്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് മാത്രം നമ്മളിന്ന് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലമിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, പ്രൊജക്റ്റ് X, പ്രൊജക്റ്റ് Y. ഞാൻ ഓരോന്ന് ഡിക്റ്റേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ കോസ്റ്റ് പ്രൊജക്റ്റ് എക്സിൻ്റെ അടിയിൽ 40,000, ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇയർ 5,000, സെക്കൻഡ് ഇയർ 7,000, തേർഡ് ഇയർ 6,000, ഫോർത്ത് ഇയർ 6,000. ഇതേപോലെ പ്രൊജക്റ്റ് വൈൻ്റെ അടിയിൽ ക്യാപിറ്റൽ കോസ്റ്റ് 60,000, ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇയർ 8,000, സെക്കൻഡ് ഇയർ 10,000, തേർഡ് ഇയർ 7,000, ഫോർത്ത് ഇയർ 5,000. അപ്പോൾ നമുക്കിവിടെ 2 പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്, പ്രൊജക്റ്റ് എക്സും പ്രൊജക്റ്റ് വൈയും. അവരുടെ അതേപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ കോസ്റ്റും ഓരോ വർഷവും ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഏർണിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 5,000, 7,000, 6,000, 6,000. പ്രൊജക്റ്റ് എക്സിൽ പ്രൊജക്റ്റ് വൈയിൽ 8,000, 10,000, 7,000, 5,000. ഇതാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, ARR കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം ARRൻ്റെ ഫോർമുല വരുന്നത് ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് എക്സിൻ്റെ ARR നോക്കാം, പ്രൊജക്റ്റ് വൈൻ്റെയും ARR ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇനി പ്രൊജക്റ്റ് എക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ആൻസർ നോക്കാം. പ്രൊജക്റ്റ് എക്സിൽ ആദ്യം തന്നെ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, അതല്ലെങ്കിൽ കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ഡിവൈഡഡ് ബൈ 2. രണ്ടും ഒരേ മീനിങ് ആണ്. കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, കോസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണ്. രണ്ടും ഒരേ മീനിങ് ആണ്. അപ്പോൾ ഫോർമുല ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, അതാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ചിലവന്ന ക്യാഷാണ്, ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. പ്രൊജക്റ്റ് എക്സിൽ 40,000. അപ്പോൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 40,000 ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ എവിടെയും കോസ്റ്റ് അറ്റ് എൻഡ് ഓഫ് ദ ലൈഫ് അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2, അതായത് 40,000 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2. ആൻസർ വരിക 20,000. പ്രൊജക്റ്റ് എക്സിൻ്റെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 20,000 ആണ്. ഇനി ആവറേജ് ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ നമുക്ക് നോക്കാം. ഇത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. അതായത് ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കുന്നത് നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ നമുക്ക് ലഭിച്ച റിട്ടേൺസ് എന്തൊക്കെയാണ് നമുക്കിതിൽ നോക്കാം. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, 4 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് അതിനെ സമ്മപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ ആവറേജ് ഇൻകം ഓർ റിട്ടേൺ. അപ്പോൾ ഇതിൽ 5,000 പ്ലസ് 7,000 പ്ലസ് 6,000 പ്ലസ് 6,000. പ്രൊജക്റ്റ് എക്സിൽ വരുന്ന ആവറേജ് ഏർണിങ്സ് എന്ന് പറയുന്നത് 24,000 ഡിവൈഡഡ് ബൈ 4. 24 എന്ന് പറയുന്നത് 5,000 പ്ലസ് 7,000 പ്ലസ് 6,000 പ്ലസ് 6,000, ഇതിൻ്റെ സമ്മപ്പാണ് 24,000.
4 വർഷമാണ് ഇതിൻ്റെ ഏർണിങ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 4 ആവറേജ് കണ്ടുപിടിക്കുന്നു. 24 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 6000 റുപ്പീസ്. അപ്പോൾ നമുക്കിവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും ആവറേജ് ഇൻകം നമുക്ക് ലഭിച്ചു. അപ്പോൾ ARR എന്ന് പറയുന്നത് ഫോർമുല അപ്ലൈ ചെയ്യുക. ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 6000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 30%. ഞാൻ പറഞ്ഞു റേറ്റാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റു 100 ചെയ്തിരിക്കുന്നത്. അപ്പോൾ ARR പ്രൊജക്റ്റ് എക്സിൻ്റെ 6000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 30%. ഇനി അതേപോലെ തന്നെ പ്രൊജക്റ്റ് വൈൻ്റെയും ഇതേപോലെ ARR കണ്ടുപിടിക്കാം. ആവറേജ് ഏർണിങ്സ് ഓഫ് പ്രൊജക്റ്റ് വൈ 8,000 പ്ലസ് 10,000 പ്ലസ് 7,000 പ്ലസ് 5,000. ഇതിൻ്റെ ടോട്ടലാണ് വരുന്നത് 30,000. 4 വർഷമാണ് നമുക്ക് ഏർണിങ്സ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവറേജ് ഏർണിങ്സ് എന്ന് പറയുന്നത് 30,000 പ്ലസ് 4, അതായത് 7,500 ആണ് പ്രൊജക്റ്റ് വൈൻ്റെ ആവറേജ് ഏർണിങ്സ്. അതേപോലെ തന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. 60,000 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് വൈയിൽ വന്നിരിക്കുന്നത് 60,000 ആണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ എവിടെയും സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 0. അതുകൊണ്ട് 60,000 പ്ലസ് 0 ഡിവൈഡ് ബൈ 2 30,000 റുപ്പീസാണ് ഇവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ദെയർഫോർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ പ്രൊജക്റ്റ് വൈ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 7,500 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 25% ആണ് ARR പ്രൊജക്റ്റ് വൈൻ്റെ. അപ്പോൾ പ്രൊജക്റ്റ് എക്സിൻ്റെ ARR എന്ന് പറയുന്നത് 30%, പ്രൊജക്റ്റ് വൈൻ്റെ ARR എന്ന് പറയുന്നത് 25%. ഓൺ ദ ബേസിസ് ഓഫ് ARR, പ്രൊജക്റ്റ് എക്സ് വിൽ ബി സെലക്റ്റഡ് ആസ് ഇറ്റ്സ് ARR ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്രൊജക്റ്റ് വൈ. നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡിൽ വരുന്നൊരു ട്രഡീഷണൽ മെത്തേഡാണ് ഈ പറഞ്ഞ ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് പ്രൊജക്റ്റിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഏത് പ്രൊജക്റ്റാണ്, ഏത് മെഷീനറിയാണ് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ലഭിക്കുന്നത്, അതായിരിക്കും നമുക്ക് ഫീസിബിൾ. ഇവിടെ പ്രൊജക്റ്റ് എക്സും പ്രൊജക്റ്റ് വൈ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ARR കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൊജക്റ്റ് എക്സിലാണ് ഹയർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത് 30%. സോ പ്രൊജക്റ്റ് എക്സ് ഇസ് സെലക്റ്റഡ്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ARR അതേ ടോപ്പിക് തന്നെയാണ് വരുന്നത് ആ ക്വസ്റ്റ്യനിലും. ഞാൻ പേ ബാക്ക് മെത്തേഡിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര വട്ടം ഓരോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നു അത്രയും തറവാകും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ARRൻ്റെ റിലേറ്റഡ് ടോപ്പിക്കാണ്. എ പ്രൊജക്ട് വിത്ത് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓഫ് 5 lakh ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് ദ ഫോളോയിങ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ. Year 1 40,000, Year 2 80,000, Year 3 90,000, Year 4 30,000. Find out the ARR assuming first one no scrap value, second one scrap value of 60,000. അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് വരുന്നത്. സ്ക്രാപ്പ് വാല്യൂ 0 ആയിട്ടും സ്ക്രാപ്പ് വാല്യൂ 60,000 ആയിട്ടും. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോ സ്ക്രാപ്പ് വാല്യൂൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ARRൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു, അതായത് ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവറേജ് ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആവറേജ് ആനുവൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് രണ്ടും സെയിം ടു സെയിം ആണ്. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് വന്നിരിക്കുന്നത് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്, അതിൻ്റെ സമ്മപ്പ് ചെയ്തിട്ട് ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് അതല്ലെങ്കിൽ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 40,000 പ്ലസ് 80,000 പ്ലസ് 90,000 പ്ലസ് 30,000. ടോട്ടൽ വരുന്നത് 2,40,000 ആണ്. ആവറേജ് 4 വർഷമാണ്. 2,40,000 ഡിവൈഡ് ബൈ 4. ആൻസർ വരിക ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 60,000 എന്നാണ്. ഇനി നെക്സ്റ്റ് ആണ് വരുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് നോക്കാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർമുല ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2. ഈ ഒരു ക്വസ്റ്റിന് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് 5 lakh റുപ്പീസാണ് നമുക്കിവിടെ വന്ന എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ ദിസ് പ്രൊജക്റ്റ് ഈസ് 5 lakh. അതുകൊണ്ട് 5 lakh പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2,50,000 വിൽ ബി അവർ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് ARR കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായി. ഈ ARRൻ്റെ ഫോർമുല വരുന്ന 2 പോർഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആവറേജ് ഇൻകം ഈസ് ഈക്വൽ ടു 60,000, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 2,50,000. ARR ഈസ് ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 2,50,000 ഇൻറ്റു 100, ദാറ്റ് ഈസ് 24%. അതാണ് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രാപ്പ് വാല്യൂ 60,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് ചെയ്ത് നോക്കാം.
ഓൾറെഡി ഇതിൻ്റെ ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ എത്ര നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 60,000 തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നോക്കാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർമുല ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2, അതല്ലെങ്കിൽ കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ഡിവൈഡ് ബൈ 2. രണ്ടും ഒരേ മീനിങ് ആണ്. അപ്പോൾ ഇവിടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5 lakh ആണ് നമുക്ക് വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് 5 lakh പ്ലസ് 60,000, ഈ ഒരു ക്വസ്റ്റ്യനിൽ 60,000 ആണ് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട്. സോ 5 lakh പ്ലസ് 60,000 ഡിവൈഡഡ് ബൈ 2, 5 lakh 60,000 ഡിവൈഡഡ് ബൈ 2, വിച്ച് ദ ആൻസർ ഈസ് 2,80,000. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നമുക്ക് ലഭിച്ചു, 2,80,000. ഇനി ജസ്റ്റ് ആ ARRൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ മാത്രം മതി. രണ്ട് പോർഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആൻസറായിട്ട്. 60,000 ഡിവൈഡഡ് ബൈ 2,80,000 വിച്ച് ഈസ് ഈക്വൽ ടു 21.4%. ദാറ്റ് ഈസ് ദ ARR. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ ഉള്ളപ്പോൾ നമുക്ക് 24% ആണ്. അതേപോലെ തന്നെ വിത്ത് സ്ക്രാപ്പ് വാല്യൂ ഓഫ് 60,000 21.4% ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോട്ട് നോക്കാം. ക്വസ്റ്റ്യൻ 3. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 10 lakh ഈസ് മെയ്ഡ്. ഇയർ 1 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓൾറെഡി തന്നിരിക്കുന്നത്. ഇയർ 1 50,000, ഇയർ 2 75,000, ഇയർ 3 1,25,000, ഇയർ 4 1,30,000, ഇയർ 5 80,000. ടോട്ടൽ ഓൾറെഡി അവർ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ടോട്ടൽ ഈസ് ഈക്വൽ ടു 4,60,000. ആൻഡ് ഓൾസോ ഒരു പോർഷൻ കൂടി തന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി 5th year ദ മെഷീനറി ഓഫ് ദ പ്രൊജക്ട് ക്യാൻ ബി സോൾഡ് ഫോർ 80,000. കാൽക്കുലേറ്റ് ARR. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പോർഷനാണ്. ആ ഫോർമുല എന്താണ്, ARRൻ്റെ ഫോർമുല, അതേപോലെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം മതി. നമുക്ക് ആ ഒരു ഫോർമുലയിലോട്ട് നമ്മുടെ ഈ പോർഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ നമുക്ക് നോക്കാം. ARR if initial investment is considered. Average net profit is equal to 4,60,000 divided by 5 is equal to 92,000. ഈ പറയുന്ന ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ എന്നാണ് മീനിങ്. അതുകൊണ്ട് 4,60,000 ഓൾറെഡി സമ്മപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഡിവൈഡഡ് ബൈ ആവറേജ് കണ്ടുപിടിക്കാനാണ് 5 years. 4,60,000 ഡിവൈഡഡ് ബൈ 5 is equal to 92,000. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലോട്ട് നോക്കാം. അതായത് അവർ രണ്ട് രീതിയിലാണ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്തിട്ട്, രണ്ടാമത്തെ പോർഷൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഫോർമുല വരുന്നത് ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എപ്പോഴെങ്കിലും നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഫൈൻഡ് ഔട്ട് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ യൂസിങ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് നിന്നാണെങ്കിൽ ആദ്യം കാണിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 92,000 ഡിവൈഡഡ് ബൈ 10 lakh വിച്ച് ഈസ് ഈക്വൽ ടു 9.2%. ഇഫ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചെങ്കിൽ മാത്രം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അതല്ല ഫൈൻഡ് ഔട്ട് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മുടെ യൂഷ്വൽ ഫോർമുല ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. അപ്പോൾ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുക വിത്തൗട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുക ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ. നോർമലി ഈ മെത്തേഡാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. ഈ ഒരു മെത്തേഡാണെങ്കിൽ നമ്മുടെ യൂഷ്വൽ ഫോർമുല ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ആവറേജ് ഇൻകം കണ്ടുപിടിച്ചു വിച്ച് ഈസ് 4,60,000 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 92,000. ഇനി നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5,40,000 ആണ്. അതായത് 10 lakh പ്ലസ് 80,000 ഡിവൈഡഡ് ബൈ 2. കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ഡിവൈഡഡ് ബൈ 2. അതല്ലെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2. അതാണ് 10,80,000 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 5,40,000. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലും വേറെ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേഷൻ മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അതായത് 10 lakh മൈനസ് 80,000 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 80,000. ഇതൊന്നുമില്ല, ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. ഞാൻ ഒന്നുകൂടി പറയാം. ഇതിൽ കാണിച്ചിരിക്കുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ
ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആണെങ്കിൽ എത്രയാണ് നമുക്ക് വന്ന ഡിപ്രിസിയേഷൻ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യണം എന്നില്ല. ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു ഫോളോ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. നമുക്ക് ഡിപ്രിസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച ഫോർമുല യൂസ് ചെയ്താലും നമുക്ക് രണ്ട് ഫോർമുല യൂസ് ചെയ്താലും സെയിം എമൗണ്ട് സെയിം ആൻസർ തന്നെ നമുക്ക് ലഭിക്കുക. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ആ ഫോർമുല ആണെങ്കിലും ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ഈ ഫോർമുല യൂസ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് ലഭിക്കുക. സോ ഇറ്റ് ഈസ് അപ് ടു യു വിച്ച് ഫോർമുല ടു ബി ഫോളോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സാധാരണ ഫോളോ ചെയ്ത് അതേ ഫോർമുല ഫോളോ ചെയ്യാം. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, അതായത് 10 lakh rupees പ്ലസ് 80,000 ഡിവൈഡഡ് ബൈ 2, 10,80,000 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 5,40,000. അപ്പോൾ നമ്മൾ നമ്മുടെ ആവറേജ് ഇൻകം കണ്ടുപിടിച്ചു, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ഇൻകം ഈസ് ഈക്വൽ ടു 92,000, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 5,40,000. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ARR നമുക്ക് ലഭിക്കുന്നത് 17% ആയിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഇത്രയേ ഉള്ളൂ. ഫോർമുലാസ് അപ്ലൈ ചെയ്യുക. ARR ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ARR നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഡു റീവർക്ക് ദീസ് ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഓൾ.